ഇപ്പോൾ നാഷണൽ ഹൈവേയുടെ വികസനം, നാഷണൽ ഹൈവേയുടെ വികസന കാര്യത്തിൽ നമ്മുടെ സംസ്ഥാനത്തിന് പ്രത്യേക ചെലവൊന്നുമില്ല. എല്ലാ ചെലവും നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് വഹിക്കേണ്ടത്. സംസ്ഥാനം ചെയ്യേണ്ടത് ഭൂമി എടുത്തു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. ഭൂമി എടുത്തു കൊടുക്കുന്ന പൈസ നാഷണൽ ഹൈവേ അതോറിറ്റി നൽകും. എടുത്തു കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് പറ്റിയില്ല. ഇനി അത് നടക്കൂല എന്ന ചിന്തയിലായിരുന്നു ആളുകൾ. അപ്പം ഞങ്ങൾ 2016 വന്നപ്പോൾ നമ്മുടെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ആളുകൾ അപ്പോഴേക്ക് പോയിരുന്നു, കേരളം വിട്ടുപോയിരുന്നു. അവരോട് തിരിച്ചു വരാൻ പറഞ്ഞു. നമുക്ക് പണി തുടങ്ങണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് അവരൊരു പ്രധാന തടസ്സം പറയുന്നത്. കേരളത്തിൽ വലിയ വിലയാണ് ഭൂമിക്ക്, ആ വില കൊടുത്ത് ഭൂമി വാങ്ങാൻ പറ്റില്ല, നിങ്ങൾ ഭൂമി എടുത്തു തരണം. നമ്മൾ പറഞ്ഞു അങ്ങനെ ഒരു പതിവില്ലാലോ, രാജ്യത്തെവിടെയും അത്തരമൊരു നിലയില്ലാലോ. അപ്പോൾ തർക്കമായി. നമ്മളാണെങ്കിൽ വല്ലാത്ത വിഷമത്തിലും. കാരണം ഈ നാഷണൽ ഹൈവേ ഏതെങ്കിലും തരത്തിൽ പണി ആരംഭിക്കണം. അപ്പോൾ തർക്കം അവസാനം ഒരു ഒത്തുതീർപ്പ് സംഭാഷണത്തിലേക്ക് ഇനി. ആ സംഭാഷണത്തിൻ്റെ ഭാഗമായി ഏറ്റെടുക്കുന്ന ഭൂമിയുടെ വിലയുടെ 25% സംസ്ഥാനം നൽകണമെന്ന ധാരണയായി. നമുക്ക് വേറെ വഴിയില്ല. കാരണം ഈ നാഷണൽ ഹൈവേ വികസനം നടക്കണോ നടക്കണ്ടേന്നായി പ്രശ്നം. ഇതിൻ്റെ മേലെ നടന്നേ മതിയാവും നാടിൻ്റെ വികസനത്തിന്. അത് സമ്മതിച്ചു. 5600 കോടി രൂപയാണ് ആ ഇനത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് നൽകിയത്. പക്ഷേ മാറ്റം എല്ലാവരും കണ്ടു. ചുരുക്കത്തിൽ ഇപ്പോൾ ഇത് നവംബറാണല്ലോ, അടുത്ത ഡിസംബറിൽ നാഷണൽ ഹൈവേയുടെ നല്ലൊരു ഭാഗം പൂർത്തിയാകാൻ പോവുകയാണ്. നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ മന്ത്രി ശ്രീ ഗഡ്കരിയാണ്. അദ്ദേഹം കഴിഞ്ഞ ചർച്ചയിൽ സമ്മതിച്ചു ജനുവരിയിൽ കേരളത്തിൽ വന്ന് ഈ പൂർത്തിയായ ഭാഗത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാമെന്ന്. മാത്രമല്ല നാഷണൽ ഹൈവേ അതോറിറ്റിയോട് അദ്ദേഹം പറഞ്ഞു മാർച്ച് ആകുമ്പോഴേക്ക് നാഷണൽ ഹൈവേ പൂർണ്ണതയിൽ എത്തിക്കണമെന്ന്. ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയത് പൂർണ്ണതയിലേക്ക് പോവുകയാണ്. നടക്കില്ല എന്ന് കരുതിയതായിരുന്നു ഗെയിൽ പൈപ്പ് ലൈൻ. അതുമായി ബന്ധപ്പെട്ട് രസകരമായൊരു കാര്യമുണ്ട്. 2016 മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റെടുത്തതിന് ശേഷം പ്രധാനമന്ത്രിയെ കാണാൻ പോവുകയാണ്. സാധാരണ ഒരു കേഴ്സി കോൾ. അപ്പോൾ നരേന്ദ്രമോദി എന്നോട് ചോദിച്ചു, നിങ്ങളുടെ നാട്ടിൽ ഗെയിൽ പൈപ്പ് ലൈൻ വരുന്നേ ഇല്ലാലോ, എന്താണത്? എനിക്കപ്പോൾ മറുപടി പറയാൻ വിഷമായിരുന്നു. കാരണം അതിനോടൊപ്പം പദ്ധതി പ്രഖ്യാപിച്ച സംസ്ഥാനങ്ങളിലെല്ലാം പൈപ്പ് ലൈൻ പൂർത്തിയായി, ഗ്യാസ് അതിലൂടെ പ്രവഹിച്ചു തുടങ്ങി. നമ്മളിവിടെ എത്തിയിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങളിപ്പോൾ വന്നതല്ലേ ഉള്ളൂ, അടുത്ത തവണ നമുക്ക് കാണുമ്പോൾ പറയാമെന്ന് പറഞ്ഞു.
ആ ലൈനും പൂർത്തിയായി. ഗ്യാസ് നേരത്തെ തന്നെ അതിലൂടെ പ്രവഹിക്കുകയാണ്. നമ്മുടെ ഫാക്ടറികളിൽ ഇന്ധനമായും നമ്മുടെ അടുക്കളയിൽ ചിലയിടങ്ങളിൽ പാചകവാതകമായും അത് എത്തുകയാണ്. വേറൊരു ഭാഗം വൈദ്യുതി മേഖല, എടമൺ കൊച്ചി പവർ ഹൈവേ. ആ എടമൺ കൊച്ചി പവർ ഹൈവേ ഒരിടം വരെ എത്തി, പിന്നെ മുന്നോട്ട് പോകുന്നില്ല. അവിടെ കുറേ പ്രബലര് അത് തടഞ്ഞു. ഈ പദ്ധതി ഏറ്റെടുത്ത പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഗവൺമെന്റിനെ സമീപിച്ചു. നിരവധി തവണ അനക്കമില്ല. അവർ പദ്ധതിയും വിട്ടുപോയി, കേരളം വിട്ടു. 2016 ഞങ്ങൾ വന്നപ്പോൾ അവരെ തിരിച്ചു വിളിച്ചു. നിങ്ങൾ പണി തുടങ്ങുമെന്ന് പറഞ്ഞു. പണി തുടങ്ങാൻ അവർ തയ്യാറായി ചെന്നു. അപ്പോൾ മറ്റവർ പ്രബലരാണല്ലോ, അവർ തടഞ്ഞു. അപ്പോൾ നമ്മുടെ നാട്ടിൻ്റെ ഒരു കാര്യമല്ലേ, അവരോട് സർക്കാർ അഭ്യർത്ഥിച്ചത് നാടിന് ആവശ്യമാണ്, ഈ വൈദ്യുതി നാടിൻ്റെ വികസനത്തിന് ഒഴിച്ചുകൂടാത്തതാണ്, നിങ്ങൾ സഹകരിക്കണം. പക്ഷെ അവർ അണുകിട വ്യത്യാസമില്ല. അപ്പോൾ അവർക്ക് മനസ്സിലായി ഗവൺമെൻറ് എന്താണെന്ന്. ലൈൻ പൂർത്തിയായി, ഇപ്പോൾ ആ ലൈനിലൂടെ വൈദ്യുതി പ്രവഹിക്കുകയാണ്. ഇതാണ് പ്രശ്നം. എന്താണ് ഒരു സർക്കാരിൻ്റെ പ്രാഥമിക ബാധ്യത? ആരോടാണ്? പദ്ധതി നിറവേറ്റുന്നതിനാണോ, അല്ല പദ്ധതി തടസ്സപ്പെടുന്നവരുടെ കൂടെ നിൽക്കുന്നതിനാണോ? ആർക്കും സംശയം ഉണ്ടാവില്ലല്ലോ. നാടിൻ്റെ താല്പര്യം ഉയർത്തിപ്പിടിക്കുന്ന ഒരാൾക്കും സംശയം ഉണ്ടാവില്ലല്ലോ. പദ്ധതി പൂർത്തീകരിക്കുന്നതിനാണ് സർക്കാർ നിൽക്കേണ്ടത്. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള നമ്മുടേതുപോലുള്ള ഒരു സംസ്ഥാന സർക്കാരിന് ആ നിലപാട് മാത്രമേ സ്വീകരിക്കാൻ കഴിയുമായിരുന്നു. അതിൻ്റെ ഭാഗമായി നടക്കില്ല എന്ന് കണ്ട പല കാര്യങ്ങളും, ബാക്കി കാര്യങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല, ഒരുപാട് കാര്യങ്ങൾ പ്രാവർത്തികമായി. ഒന്നും നടക്കില്ല എന്ന ചിന്ത മാറി നല്ല പ്രത്യാശ ജനങ്ങളിലുണ്ടായി.